നിങ്ങൾ ഈ അലങ്കാര വാക്കുകൾ എടുത്ത് CPI നാളെ CPM-നെതിരായിട്ട് പ്രയോഗിക്കുമെന്നോ, CPM ഇതിൽ പ്രകോപിതരായി നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ കേട്ട് പ്രകോപിതരായി CPIക്കെതിരെ രണ്ട് വർത്താനം പറഞ്ഞു കിട്ടാമെന്നൊന്നും നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല. കാരണം ഇവർക്ക് ഇതിനേക്കാൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ്സിന് BJP-യോടുള്ള തർക്കം ഭരണപ്രതിപക്ഷം എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. ആശയപരമായി അവർക്ക് തമ്മിൽ വലിയ തർക്കമൊന്നുമില്ല. നേരെ മറിച്ച് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരായി വില കൊടുത്ത് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഈ ഒരു വിഷയത്തിൽ തട്ടി അവർക്ക് പല്ല് കൊഴിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ തട്ടി അവരുടെ പല്ലിന് മൂർച്ച കൂട്ടുകയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്ന് ചർച്ച ചെയ്യുന്നല്ലോ. ഈ ഫാസിസത്തിൻ്റെ നിലപാട്, BJP-യുടെ ജനവിരുദ്ധമായ നിലപാട്, അതൊക്കെ ചർച്ചയാവട്ടെ സമൂഹത്തിൽ. എന്താണ് ഞങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളെല്ലാം ആരുടെ കൂടെയാണ് നിന്നേ? മാധ്യമങ്ങൾ ആരുടെ കൂടെയാണ് നിന്നേ? കേരളത്തിന് 60% സമ്പത്ത് തരേണ്ടെന്ന കേന്ദ്ര പദ്ധതികളിൽ മുഴുവൻ ഒരു പൈസ പോലും തരാതെ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ പരിശ്രമിച്ചപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ചയാക്കിയില്ല? ഇപ്പം ഈ ഒരു വിഷയത്തിൻ്റെ പേരിലെങ്കിലും ഇത് ചർച്ചയാവുന്നെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. എല്ലാ പദ്ധതിക്കും ഇക്കാര്യത്തിൽ ഇങ്ങനെ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ അതിന് പണം തരില്ല, സുപ്രീം കോടതി ഇട്ട് വട്ടം കറക്കി. BJP-യുടെ പ്രതിനിധികളെ, അവരുടെ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികളെ, ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കടമെഴുതി തള്ളാത്ത എന്താ നിങ്ങൾ? കേരളം ചെയ്തല്ലോ, കേന്ദ്രം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആ ചർച്ച. ലൈഫ് മിഷനകത്ത് വിഹിതം തരുന്നില്ല. 20,000 കോടിക്കകത്ത് 2,000 കോടിക്ക് താഴെയാണ് അവർക്ക് തരേണ്ടുന്ന വിഹിതം. അതുപോലും അവർ തരാൻ തയ്യാറാവുന്നില്ല. കേരളത്തിലെ കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നതും വിവേചനം കാണിക്കുന്നുണ്ട് എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കേന്ദ്രം കത്തിവെക്കുന്നുണ്ട് എന്നത് ആരും തർക്കിക്കാത്ത കാര്യമാണ്. നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അല്ല, ചർച്ചയായി മാറേണ്ടേ? ചർച്ചയായി അല്ല, മാധ്യമങ്ങളുടെ ആകെ കാര്യം മാധ്യമങ്ങളുടെ ആകെ കാര്യം ചോദിക്കരുത്. എനിക്ക് എന്നെയും എന്റെ സ്ഥാപനത്തെയും കുറിച്ച് പറയാൻ കഴിയും. ഫെഡറലിസത്തെ കുറിച്ചായാലും കൊള്ളാം, ഈ പറഞ്ഞ വിവേചനത്തെ കുറിച്ചായാലും കൊള്ളാം, ദിനംപ്രതി സംസാരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ അവിടെ തട്ടി നിൽക്കേണ്ട. എൻ്റെ ചോദ്യം ഇതാണ്: ശരിയാണ്, കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നു. അതുകൊണ്ട് PM ശ്രീയുടെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ചില ലൈൻ മാറ്റം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി എടുക്കേണ്ടി വരും കുറച്ച് പൈസ കിട്ടാൻ. കാരണം നമുക്ക് അവകാശപ്പെട്ട പൈസയാണല്ലോ. അപ്പോൾ PM ശ്രീയുടെ പൈസ വേണം, SSKയുടെ പൈസ വേണം, GST വിഹിതം വേണം, അല്ലെങ്കിൽ നമുക്ക് സപ്ലൈകോയുടെ പൈസ വേണം, ആരോഗ്യവകുപ്പിൻ്റെ പൈസ വേണം. അതിന് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ടി വരും എന്നാണ് ഇപ്പം നിങ്ങൾ വിശദീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് CPIയെ കൺവിൻസ് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് വിയോജിപ്പുള്ളത് അറിയാം, പക്ഷേ പൈസ ഇല്ല. നമ്മളൊരു അവസാന വർഷത്തേക്ക് പോവുകയാണ്, നമുക്കിത് റൺ ചെയ്യേണ്ടേ സംസ്ഥാനം. അപ്പോൾ നമുക്കൊരു ചെറിയ സ്ട്രാറ്റജി എടുക്കേണ്ടി വരും. അവരെ കൺവിൻസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അവരെ ഒന്നും അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട കൂട്ടമൊന്നും അല്ല എന്ന് നമുക്ക് തീരുമാനം എടുക്കാം. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്, എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് നമുക്ക് ഒപ്പിടാമെന്ന് തീരുമാനിക്കുന്നു. ഉദ്യോഗസ്ഥർ ഒപ്പിടുന്നു. അതിനുശേഷം അറിഞ്ഞാൽ മതിയോ K രാജൻ? അതിനുശേഷം അറിഞ്ഞാൽ മതിയോ ബിനോയ് വിശ്വം? പോരല്ലോ. ഇപ്പം നിങ്ങൾ കേരളത്തെ കൺവിൻസ് ചെയ്യാൻ മെനക്കെടുന്നുണ്ടല്ലോ. അതാദ്യം നിങ്ങൾ CPIയുടെ കാര്യത്തിൽ എടുക്കണമായിരുന്നു. അത് ചെയ്യാതെ അവരങ്ങനെ അത്തരമൊരു മര്യാദ അർഹിക്കുന്നവരല്ല എന്ന അഹന്ത സമീപനം നിങ്ങൾ എടുത്തു. അതിൻ്റെ വിലയാണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നത്. ഇല്ല നിഷാദെ, CPIയുമായിട്ടൊരു അഹന്ത സമീപനമോ ഒരഹങ്കാരത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അത് എന്തെങ്കിലും പോരായ്മ അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ CPI സഖാക്കൾക്ക് അത് ബോധ്യപ്പെടും. എന്തെങ്കിലും തിരുത്തലുകൾ അതിനകത്ത് വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ നേതൃത്വം തമ്മിൽ ചർച്ച ചെയ്തത് പരിഹരിക്കും. എന്തായാലും ഇത്തരം ഒരു പ്രശ്നത്തിൽ CPI-CPM-ന്റെ അകൽച്ച വർദ്ധിപ്പിക്കാം എന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടെന്നെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല. ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് CPIയെ കുറിച്ച്? കോമ്രേഡ്, നിങ്ങൾ CPIയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് 4 വാക്ക് പറഞ്ഞാൽ പ്രകോപിതമാകുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം മൂപ്പിച്ചാൽ അതിന്മേൽ ചാടുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ബോധ്യമേ അവർക്കുള്ളൂ. അവർ ഏതെല്ലാം ഘട്ടത്തിൽ പ്രതിപക്ഷം എന്തെല്ലാം കടന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് CPI എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ട്? നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, അവർ സംസാരിക്കുന്ന അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കല്ലേ? അല്ല, അവരവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ പരസ്പരം പഠിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കല്ലേ? ദയവായി. ഇല്ല, ഞാൻ ഒരിക്കലും ഇല്ല. കാരണം അത് വലിയൊരു പാർട്ടിയല്ലേ, വലിയ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ. അവരവരുടെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും അവരവരുടെ ഇടത് ബോധത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. അതിനെ ഡ്രൈവ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ പറ്റുക? അതിനെ ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയാണ് കോൺഗ്രസിനും VD സതീശനും പറ്റുക? അവർ സംസാരിക്കുന്നത് അവരുടെ ബോധ്യത്തിൽ നിന്നാണ്. അവരെ തെറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾ വിചാരിച്ചാലാണോ അവർ തെറ്റുക? അവർ സംസാരിക്കുന്നത് അവരുടെ ബോധ്യത്തിൽ നിന്നാണ്. ആ ബോധ്യത്തെ അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യേ. നമുക്കത് പറ്റുകയില്ലെന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങൾ അവരുടെ ബോധ്യത്തെയും അവരുടെ പൊസിഷനെയും റെസ്പെക്ട് ചെയ്യേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? CPIക്ക് വേണ്ടി ശ്രീ നിഷാദ് തൽക്കാലം വക്കാലത്ത് എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. നിഷാദ് എന്നുള്ളതല്ല,
തൽക്കാലം എടുക്കണ്ട. എന്തുകൊണ്ടാണ് CPI നിങ്ങൾക്ക് അറിയാവുമെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ ചോദ്യമൊക്കെ ഈ വൈകുന്നേരം ആരാ ചോദിക്കുന്നത്? CPIയും CPMും തമ്മിൽ പരസ്പരം അറിയാവുന്നത് പോലെ വേറെ ആർക്കാ അറിയാവുന്നേ? അവരെത്ര കാലമായിട്ട് ഒരുമിച്ച് നിന്നവരാണ്, എത്ര കാലമായിട്ട് ഭിന്നിച്ച് നിന്നവരാണ്, പിന്നീട് ഒരുമിച്ചവരാണ്. പരസ്പരം അതിൻ്റെ എത്രയോ മഹാരഥന്മാരായ നേതാക്കന്മാർ ഏറ്റുമുട്ടിയും സഹകരിച്ചുമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക എന്നുള്ളത് ശരിയായ ഒരു ഏർപ്പാടല്ല. CPIയെ നിങ്ങളേതെങ്കിലും 4 വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കാൻ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാലോ CPIയെ, ബിനോയ് വിശ്വത്തെ ഞാൻ ഇവിടെ ഇരുന്ന് 4 വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുമോ? അതൊരു മൗഢ്യ വിചാരമായി പോലോ. അവർ സംസാരിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയിലാണ്, അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിലാണ്. അതുകൊണ്ടാണ് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നത്. എപ്പോഴും വഴക്കുണ്ടാക്കുന്ന പാർട്ടിയൊന്നുമല്ല ആ പാർട്ടി. ഏതെല്ലാം ഘട്ടത്തിൽ പൂർണ്ണമായും CPIഎമ്മിനെ പിന്തുണയ്ക്കുന്ന നില അവരെടുത്തു. ഇപ്പോൾ അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമ അവതാരകന്റെ ബഹളത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ VD സതീശന്റെ പ്രകോപനത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പൊ നിങ്ങൾ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ റെസ്പെക്ട് ചെയ്യാമോ? ചെയ്യണ്ടേ? പോട്ടെ, ഇതെങ്ങനെ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് PM ശ്രീയിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് സമസ്താപരാധം അപേക്ഷിക്കേണ്ടി വരും. ഞങ്ങൾ കൂട്ടുത്തരവാദിത്തത്തെ അംഗീകരിച്ചില്ല. അതൊക്കെ പറ്റുമോ പിണറായി വിജയന്?